എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം, അതായത് ജനുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Page of Cups, 7 of Wands, World card, 10 of Cups, Two of Swords, 9 of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പേജ് ഓഫ് കപ്സും 10 ഓഫ് കപ്സ് ഈ ഒരു മാസം തുടങ്ങുന്നത് തന്നെ ശുഭവാർത്തയോട് കൂടിയിട്ടാവാം. ഈ ഒരു ശുഭവാർത്ത ബന്ധങ്ങളുമായി സംബന്ധിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ വിവാഹ കാര്യങ്ങൾ റെഡിയാവുന്നതാവാം, പ്രഗ്നൻസി കാര്യങ്ങൾ, കുട്ടികളുണ്ടാകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സന്തോഷ വാർത്തകളാവാം. അപ്പോൾ ഫാമിലിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും സന്തോഷം നിറഞ്ഞ എന്തെങ്കിലും സാഹചര്യങ്ങൾ, അവരുടെ അഭിമാന നേട്ടങ്ങൾ, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ജോലിയിൽ എന്തെങ്കിലും പ്രമോഷനോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭിക്കുന്നതിൻ്റെ ഒരു സംതൃപ്തിയായിരിക്കാം, അതിൻ്റെ ഒരു സന്തോഷം. അതേപോലെ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ കുട്ടികൾ മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സംതൃപ്തി, അവരെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് അഭിമാന മുഹൂർത്തം അല്ലെങ്കിൽ അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തം ഉണ്ടാകുന്ന ഒരു സമയമാവാം. കുട്ടികൾ ഇപ്പോൾ വിദ്യാഭ്യാസ കാര്യത്തിലും മറ്റ് സ്പോർട്സ് ആർട്സ് മേഖലകളിലൊക്കെ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സാഹചര്യം എന്ന് പറയാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അത് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയിൽ മാതാപിതാക്കന്മാരുടെ അവരുടെ അസുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരെ സംബന്ധിക്കുമ്പോൾ ഒരു പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ, അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ വലിയ രീതിയിലൊന്നും ബാധിക്കാത്തൊരു മാസമായിരിക്കും ഈ ഒരു ജനുവരി മാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു സംതൃപ്തി നൽകുന്ന ഒരു ഉള്ള കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. 10 ഓഫ് കപ്സ് എനർജിയാണ്. പലരെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയിൽ പുതിയൊരു മെമ്പർ വരുന്നു, പുതിയതായിട്ടൊരു പുതുമ, കുടുംബത്തിന് മൊത്തം സന്തോഷം തരുന്ന, എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഫാമിലി വീട്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു കാര്യം സത്യമാകുന്നുണ്ട്. അത് ഒത്തിരി സംതൃപ്തി നൽകുന്ന കാര്യമാണ്. ചില ആളുകൾ സ്ഥലം വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ വീട്, സ്ഥലം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രോപ്പർട്ടിയും വീട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെയൊക്കെ ഒരു തൃപ്തിയും സന്തോഷവും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് വളരെയധികം സാധ്യതകൾ നൽകുന്ന ഒരു കാര്യമാണ്. ജീവിതം ഏത് വഴിയിലൂടെ പോകണമെന്ന് നിങ്ങൾ ചിന്തിച്ചു, ആ വഴിയിലൂടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നു എന്നതിൻ്റെ ഒരു സംതൃപ്തി ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം വിദേശത്ത് പോകാനായിട്ട് ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. അങ്ങനെ ഒത്തിരി തൃപ്തിയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സാധ്യമാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ മാനസികമായിട്ട് ഒത്തിരി എന്തൊക്കെ ഉണ്ടെങ്കിലും തൃപ്തിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പോൾ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ടാവും, ജോലി, വിദ്യാഭ്യാസം, മറ്റു കാര്യങ്ങളൊക്കെ, പക്ഷെ എന്തുകൊണ്ടൊരു തൃപ്തിയില്ല ജീവിതത്തിൽ. ആ ഒരു ഫീലിംഗ് മാറിക്കിട്ടുന്നത്, അതായത് മാനസികമായിട്ടൊരു തൃപ്തിയും സന്തോഷവും, ഫാമിലി, ചുറ്റുപാടും, ഹാപ്പി ഫാമിലി എന്നുള്ള രീതിയിൽ, അതേപോലെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ, കമ്മ്യൂണിറ്റി, സൊസൈറ്റി, അങ്ങനെ ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്നൊക്കെ സംതൃപ്തി ലഭിക്കുന്ന സമയമാണ്. എല്ലാവരുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം, ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ബന്ധങ്ങളിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ബന്ധുക്കളായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ മറ്റ് വ്യക്തികളുമൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാറിക്കിട്ടുന്നു, അതിൻ്റെ ഒരു തൃപ്തി നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇതൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്ന സന്തോഷം തരുന്ന കാര്യങ്ങൾ.
പിന്നെ 7 of Wands and 2 of Swords എനർജിയാണ്. ഈ ഒരു 7 of Wands എനർജി നിങ്ങൾ പലരും ആത്മീയതയിലേക്ക് തിരിയുന്നുണ്ട് ഉള്ളത് കാണിക്കുന്നുണ്ട്. കാരണം ഒരു പക്ഷേ മാനസികമായിട്ടൊരു തൃപ്തി ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് മാറ്റിക്കിട്ടാനായിട്ട് ആത്മീയതയിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങുമ്പോൾ അത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒത്തിരി തടസ്സങ്ങളും ചലഞ്ചസും ഒക്കെ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒത്തിരി അധികം മാനസിക സംഘർഷം അനുഭവിക്കുമ്പോൾ ആത്മീയതയിലേക്ക് കൂടുതൽ ഇറങ്ങുമ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യമായിരിക്കാം. ഒരു നെഗറ്റീവ് സ്റ്റേറ്റിൽ നിന്ന് ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റുന്നു എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി നിങ്ങൾ ചുറ്റുപാടും ഉള്ള ആളുകൾ, ഇപ്പോൾ ഇതൊരു സൊസൈറ്റി എന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്നനുസരിച്ചിട്ട് കുറേയധികം നിങ്ങൾ ഭയന്ന് ജീവിക്കുക അല്ലെങ്കിൽ വളരെ കോൺഷ്യസ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളെങ്കിൽ ഇപ്പോൾ അതൊന്നുമല്ല. നിങ്ങൾ മറ്റുള്ളവരുടെ ചിന്താഗതികളും അഭിപ്രായങ്ങളും എന്ത് തന്നെ ആയാലും അത് കേൾക്കുക, അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു പ്രാധാന്യം അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ അഭിപ്രായമായിട്ട് മാത്രം കണ്ടിട്ട് അത് അവരുടെ അഭിപ്രായം മാത്രമാണ്, അല്ലാതെ അത് സത്യം, അത് അന്തിമമായിട്ടുള്ളൊരു സത്യമൊന്നുമല്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾക്കാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വന്തം അഭിപ്രായങ്ങൾക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മാന്യത നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല തീരുമാനങ്ങളിലും പല സ്വപ്നങ്ങളിലും ഒക്കെ ഉറച്ചു നിൽക്കുന്നുണ്ട്. കാരണം ഇവിടെ ചില ആളുകൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ സ്വപ്നത്തിലേക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ നടക്കുമ്പോൾ പലരും അത് ശരിയാവില്ല അല്ലെങ്കിൽ അതിന് സ്കോപ്പില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചിന്തിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്ന് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. 2 of Swords എനർജി ആയിരുന്നു. അപ്പോൾ ഇവിടെ പല കാര്യങ്ങളിലും ക്രോസ് റോഡിൽ എത്തി നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് അഭിപ്രായങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നിങ്ങളുടെ തീരുമാനം ആയിരിക്കണം നിങ്ങളുടെ ജീവിതം. മറ്റൊരാളുടെ തീരുമാനത്തിനനുസരിച്ച് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ ജീവിതത്തിൽ ഒരിക്കലും സംതൃപ്തി ഉണ്ടാവില്ല എന്നുള്ളത്. പലപ്പോഴും അതൊക്കെ തന്നെയായിരിക്കും നിങ്ങൾ ചെയ്യുന്നതും. കാരണം ഈ ഒരു മാസം പൊതുവേ നിങ്ങൾ വളരെ പോസിറ്റീവാണ്, നിങ്ങളെക്കുറിച്ച് വളരെയധികം കോൺഫിഡൻ്റ് ആണ്. സ്വന്തം തീരുമാനങ്ങൾ, സ്വന്തം അഭിപ്രായങ്ങൾ, സ്വന്തം ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്നേക്കാൾ കൂടുതൽ എന്നെ അറിയുന്ന ആരുമില്ല എന്നുള്ള ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യങ്ങളിലും സ്വയം തീരുമാനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവാം എന്നുള്ള രീതിയിലുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നതായിട്ട് കാണിക്കുന്നത്. അതേപോലെ തന്നെ വേൾഡ് കാർഡാണ്. വേൾഡ് കാർഡിനോടൊപ്പം 9 of Wands എനർജി. ഫൈനലി ഈ ഒരു മാസം എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു മാസം പ്രത്യേകിച്ച് ഇപ്പോൾ പല കാര്യങ്ങളും കൺഫ്യൂഷൻ വരുന്ന മാസമാണെന്ന് പറഞ്ഞു. തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുകൾ, ക്രോസ് റോഡ്സിലാണ് നിങ്ങൾ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുന്ന നിലയിൽ നിന്ന് നിങ്ങൾ തീരുമാനം എടുത്ത് ഫൈനലി പല കാര്യങ്ങളും ഉറപ്പിക്കുന്ന സമയമാണ് ഈ ഒരു മാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ, അല്ലെങ്കിൽ പലരെ സംബന്ധിച്ച് ഈ അടുത്ത് കുറച്ച് വർഷങ്ങളായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. പ്രധാനപ്പെട്ട പല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് ജീവിതത്തെക്കുറിച്ചിട്ട്, ജോലി സംബന്ധമായിട്ട്, വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട്, പൊതുവിൽ ബന്ധങ്ങളെക്കുറിച്ചിട്ടൊക്കെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമല്ല പല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ പലരെ സംബന്ധിച്ചിടത്തോളം പലതിൻ്റെയും പര്യവസാനമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത്. അപ്പോൾ പലരുടെയും ജോലി, പല ബന്ധങ്ങളുടെ പര്യവസാനം, അതായത് നിങ്ങൾ സംതൃപ്തിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അതായത് നിങ്ങളാണ് തീരുമാനം എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ തൃപ്തിയിലേക്ക് പോകുന്നു. കുട്ടികളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ, വേൾഡ് ടൂറിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ചില ആൾ. അല്ലെങ്കിൽ ലോകം ചുറ്റി സഞ്ചരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കൂടുതൽ യാത്രകൾ ചെയ്യുന്നുണ്ട്. പൊതുവെ വിദേശത്തുള്ള പല ആളുകളും കണ്ടുവരുന്ന കാര്യം, പൊതുവെ ഉള്ള ആളുകൾ എല്ലാവരുമല്ല, അവർ യാത്രകൾ എന്ന് പറഞ്ഞ് നാട്ടിലേക്കായിരിക്കും. ഇപ്പോൾ 2 ആഴ്ചത്തെ ട്രിപ്പ് അല്ലെങ്കിൽ 1 മാസത്തെ ട്രിപ്പൊക്കെ അവർ പോകുന്നുണ്ടെങ്കിൽ പലരും 1 മാസം 2 ആഴ്ചയൊക്കെ പോവുക എപ്പോഴും നാട്ടിലേക്കായിരിക്കും പോവുക. ഒരിക്കൽ വിദേശ രാജ്യങ്ങളിൽ പലരും യാത്രകൾ ചെയ്യുന്നവരുണ്ട്. യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ യാത്ര പോകുന്നതും 2 ദിവസം 3 ദിവസമൊക്കെ ആണ് അവരുടെ യാത്രകൾ. 2-3 ദിവസം ഒരു സ്ഥലത്ത് നിന്നിട്ട് ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ ഒറ്റ ദിവസം തന്നെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയി നിന്നിട്ട് അടുത്ത ദിവസം മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് ഞാൻ ഇന്ന സ്ഥലം, ഇന്ന രാജ്യം കണ്ടു എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് അവർ ആ ഒരു ചിന്തയിലെ അല്ലാതെ രാജ്യങ്ങൾ കാണാൻ മറ്റിടങ്ങളിലേക്ക് പോവുക, ഇതൊക്കെ ഈ ഒരു മാസം സാധ്യമാകുന്നുണ്ട്.
അതേപോലെ തന്നെ 9 ഓഫ് ഫോൺസ് എനർജിയാണ്. പല കാര്യങ്ങളും ഫൈനൽ സ്റ്റുഡൻസിനെയൊക്കെ സംബന്ധിച്ച് പല കാര്യങ്ങളും പര്യവസാനമാണ്. നിങ്ങൾ പഠിത്തം തീർന്ന് ജോലിയിലേക്ക് കയറുന്നതാവും, ജോലി ചെയ്യുന്നവർ മറ്റൊരു ജോലിയിലേക്കോ ജോലി നിർത്തി ബിസിനസ്സിലേക്കോ ഇങ്ങനെയുള്ള പല പല മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ട്. കുടുംബജീവിതത്തിലാണെങ്കിലും മാറ്റങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, ബന്ധങ്ങളുടെ കാര്യങ്ങളിൽ, അങ്ങനെ പല കാര്യങ്ങളിലും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്ന ഒരു മാസം തന്നെയായിരിക്കും ഈ ഒരു മാസം. ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ മാസം ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പര്യവസാനിച്ചു, പുതിയ പല കാര്യങ്ങളും ഏറ്റെടുത്ത് 2025 മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരു സമയമാണ്. പിന്നെ ഡോണ്ട് ഗീവ് അപ്പ്, വിട്ടുകളയാതിരിക്കുക. പലതും ഇവിടെ അവസാനിപ്പിച്ച് പുതിയത് തുടങ്ങാനും ജീവിതം മുന്നോട്ടേക്ക് നയിക്കാനും നിങ്ങൾക്ക് പറ്റും. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.